പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദരായ വൈദിക സഹോദരന്മാരെ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 5-ാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 36-ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്നവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവന് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവയെ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന ഈ 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ തൃപ്തരാക്കുന്ന ഈ അത്ഭുതം 4 സുവിശേഷങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഏക അത്ഭുതമാണ്. ചില അത്ഭുതങ്ങളൊക്കെ ചില സുവിശേഷകന്മാർ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ 4 പേരും ഒരുമിച്ച് ഏതാണ്ട് ഒരേ രീതിയിൽ വിവരിക്കുന്ന അത്ഭുതം ഇത് മാത്രമാണ്. യേശു 72 പേരെ താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും മുൻകൂറായി അയച്ചു. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞ് അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് നൽകുവാൻ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ക്ഷീണം ശരിക്കും മനസ്സിലാക്കി. അവരുടെ പ്രയാസങ്ങൾ, അവരേതെല്ലാം ജീവിത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. യേശുവും ക്ഷീണിച്ചിരുന്നു. യേശുവിൻ്റെ ഫസ്റ്റ് കസിൻ എന്ന് നമുക്ക് പറയാം, സഹോദരൻ ആയിരുന്ന സ്നാപക യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കിട്ടിയ ശേഷമാണ് സ്ലീഹന്മാരുമായിട്ടുള്ള ഈ ഒരുമിച്ച് കൂടൽ. തൻ്റെ സഹോദരനും മുന്നോടിയുമായിരുന്ന സ്നാപക യോഹന്നാൻ കൊല്ലപ്പെട്ടത് കർത്താവിനെ സംബന്ധിച്ച് ഒരു ഷോക്ക് നൽകിയ സംഗതിയാണ്. അതുപോലെ അവനെക്കുറിച്ച് രഹസ്യമായിട്ട് ഒന്ന് കരയാൻ പോലും യേശു ആഗ്രഹിച്ചു കാണും. ആ ഒരു സന്ദർഭത്തിലാണ് യേശു പറയുന്നത്, നിങ്ങളുടെ അധ്വാനമൊക്കെ അവസാനിപ്പിച്ച് കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് നമുക്കൊരു ഗ്രാമത്തിലേക്ക് പോകാം. ഏത് ഗ്രാമമാണ് എന്നിവിടെ പറയുന്നു? ബെത്ത് സൈദ. ബെത്ത് എന്ന് പറഞ്ഞ ഭവനം, സൈദ എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ. അപ്പോൾ മുക്കുവൻ്റെ ഭവനം അല്ലെങ്കിൽ മുക്കുവന്മാർ ഒരുമിച്ച് താമസിച്ചിരുന്ന കടൽപ്പുറത്തെ ഒരു കോളനിയിലേക്കാണ് യേശു പിൻവാങ്ങുവാനായിട്ട് ആഗ്രഹിച്ചത്.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ബെത്സയിദ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഫിലിപ്പിൻ്റെയും ജന്മദേശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനാൽ യേശു ശിഷ്യന്മാരെ തന്നെ വലിയ ശല്യമില്ലാത്ത വിശ്രമിക്കാൻ പറ്റുന്ന ചില മീൻകറിയൊക്കെ കൂട്ടി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കരയിലൂടെ വന്ന ജനക്കൂട്ടം എങ്ങോട്ടാണ് ഇവരുടെ ബോട്ട് നീങ്ങുന്നതെന്ന് കരയിൽ എല്ലാ വശത്തും ഗലീല തടാകത്തിൻ്റെ എല്ലാ വശത്തും പർവ്വതങ്ങളാണ്. അതുകൊണ്ട് ഉയരമുള്ള ഒരു സ്ഥലത്ത് നോക്കിയാൽ ആ ബോട്ട് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഈ ജനക്കൂട്ടത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ തുഴയെറിഞ്ഞ് അവർ 4-5 കിലോമീറ്റർ ദൂരം തുഴഞ്ഞു ചെല്ലുന്ന സമയം കൊണ്ട് കരയ്ക്ക് കൂടി ജനക്കൂട്ടം ഈ ബെത്സയിദയിൽ ചെന്നു എന്നാണ് നാം വായിക്കുക. ഈ യേശുവും ശിഷ്യന്മാരും വളരെ അധ്വാനത്തിന് ശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 6-ൽ പറയുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നേരമുണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോട്ട് ടൈം ടു ഈറ്റ് എന്ന് മർക്കോസ് സുവിശേഷകൻ 6:31 പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരും കർത്താവും ഒരുപോലെ ക്ഷീണിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ ഇന്നലെ കണ്ട ജനക്കൂട്ടം വീണ്ടും ഇതാ ആയിരങ്ങളായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളപ്പോൾ നമുക്കൊരു നീരസമാണ് ഉണ്ടാവുക, ഒരു പ്രയാസമാണ് ഉണ്ടാവുക. വിശ്രമിക്കാൻ പോകുന്ന സമയത്തും ഉറക്കം വരുന്ന സമയത്തും മനുഷ്യരെ ശല്യപ്പെടുത്താൻ വരുന്നു എന്ന് നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വിചാരമുണ്ടാകും. എന്നാൽ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ഹി വെൽക്കംസ് ദ ക്രൗഡ്. കർത്താവ് പലപ്പോഴും ക്രൗഡിനെ ഇഷ്ടപ്പെട്ട ഒരാളല്ല. ക്രൗഡിനെ കാണുമ്പോൾ യേശു ഒളിച്ചു പോയിരുന്ന സന്ദർഭങ്ങളുമുണ്ട് എന്ന് നാം മനസ്സിൽ വിചാരിക്കുക. ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ അപ്പോ ദേഹവുമായി എന്ന് പറഞ്ഞാൽ ഹി വെൽക്കം ദം ഹാപ്പിലി. അത് വെറുതെ സ്വീകരിക്കുകയല്ല, അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനൊരു കാരണം പറയുന്നുണ്ട് മർക്കോസ് വിശേഷകൻ. ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം ബിക്കോസ് ദേ വെർ ലൈക്ക് ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നതുകൊണ്ട് യേശുവിന് അവരോട് അനുകമ്പ തോന്നി. ഇവിടെ ഇടയിലില്ലാത്ത ആടുകൾ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയമായ അർത്ഥത്തിലാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് യേശു ചെയ്തത് എന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ സഹതാപം പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതായിട്ട് കാണും. ഒന്ന്, ഹി ടോട്ട് മെനി തിങ്സ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ യേശു ജനത്തിന് കൊടുത്തു. 2, ഹി ഹീൽഡ് ദെയർ എയിൽമെൻറ്റ്സ്. അവന് അവരുടെ രോഗങ്ങൾ, വൈകല്യങ്ങൾ സുഖപ്പെടുത്തി. ഈ 2 കാര്യങ്ങളും ആത്മീയമായ പ്രവർത്തികളാണ്. ദൈവവചനം പ്രസംഗിക്കുന്നതും അവരുടെ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള രോഗങ്ങളും വൈകല്യങ്ങളും സുഖപ്പെടുത്തുന്നതും ഒരാത്മീയ പ്രവൃത്തിയാണെങ്കിൽ, 3-ാമത്തെ പ്രവൃത്തി യേശു അവർക്ക് ഭക്ഷണം നൽകി എന്നുള്ളതാണ്. കാരണം അവർ വിശന്ന് തളർന്നിരുന്നു, നേരം സന്ധ്യയായിരുന്നു, മനുഷ്യതാമസമുള്ള സ്ഥലത്തു നിന്ന് സ്ഥലം വളരെ ദൂരമായിരുന്നു എന്നൊക്കെ ഈ സുവിശേഷ ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർ വളരെ പ്രായോഗികമായിട്ട് പ്രഗ്മാറ്റിക്കായിട്ട് ചിന്തിക്കുന്നവരാണ്. അവർ പറഞ്ഞു, നേരം സന്ധ്യയാകുന്നു, ഇത് വിജനപ്രദേശമാണ്, ഇനി ഈ ജനക്കൂട്ടത്തെ വെച്ചോണ്ട് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി നിർത്തുന്നത് ശരിയല്ല, സെൻഡ് ദം എവേ. ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഇച്ചിരി പരുക്കൻ രീതി പ്രയോഗിച്ചോ എന്ന് സംശയം. കാരണം യേശുവിന് പുറകെ ഒരു സ്ത്രീ, പിശാച് ബാധിതയായ തൻ്റെ മകളെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് അലച്ചു വിളിച്ചു വന്ന ഒരു സ്ത്രീയെ, അവളുടെ കരച്ചിൽ അസഹ്യമായി തോന്നിയപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു,
സെൻഡ് ഹെയർ എവേ. അത് ഞങ്ങൾക്ക് അരോചകമാണ് ഈ നിലവിളി. ഇതുപോലെ ഇപ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ക്ഷീണവും വിശപ്പും കണ്ടപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കുക, അവർ പാർപ്പിടം അന്വേഷിച്ച് അവർ ഗ്രാമങ്ങളിൽ പോട്ടെ, അവരെവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്നിടത്ത് അത് കണ്ടുപിടിക്കട്ടെ, അത് നമ്മളുടെ ചുമതലയല്ല എന്നുള്ള രീതിയിൽ അവർ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ മൂന്നാമത്തെ പോയിന്റ്, യേശു പറയുന്നു, യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. നിങ്ങളുടെ ചുമതലയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട, നിങ്ങൾക്കും ചുമതലയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഒരു വേലക്കാരൻ 200 ദിവസം അധ്വാനിച്ചാൽ കിട്ടുന്ന അത്രയും പൈസ വേണം ഇത്രയും ജനത്തിന് അപ്പം വാങ്ങിക്കാൻ. 200 ദേനാറ. ഒരു സാധാരണ പണിക്കാരൻ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടിയിരുന്ന 1 ദേനാറായാണ്. അതുകൊണ്ട് 365 ദിവസത്തിൽ 200 ദിവസവും അവന് പണി കിട്ടുകയാണെങ്കിൽ അവൻ സമ്പാദിക്കുന്ന അത്രയും തുക വേണം എവിടെങ്കിലും പോയി ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ. എല്ലാം പ്രയാസമായിട്ടാണ് അവർ കാണുക. ഒന്ന്, 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവരോടൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട്. ഒരു 20,000 പേർക്ക് ഭക്ഷണം ഇവിടെ പോയി കിട്ടും. ഏതെങ്കിലും ബേക്കറിയിൽ പോയിട്ട് ഇതാ പൈസ, 20,000 പേർക്ക് ഉള്ള ബ്രെഡ് ഇതാ എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇതെല്ലാമാണ് ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത്. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവരെ ചുറ്റും നടന്ന് അന്വേഷിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ അവരെ വിളിച്ച് പറയുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ്റെ കയ്യിൽ അവൻ്റെ പൊതിച്ചോറ്, അമ്മ കെട്ടിക്കൊടുത്തിരുന്ന പൊതിച്ചോറെടുത്ത് ശിഷ്യന്മാരുടെ കയ്യിൽ ഈ കുഞ്ഞ് ഏൽപ്പിക്കുക. വേറൊരു സുവിശേഷത്തിൽ ഇങ്ങനെ ഭക്ഷണം വല്ലതും ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ച് നടന്ന അന്ത്രയോസാണ് ഈ ബാലനെ യേശുവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. ഈ ബാലൻ തന്നെയാണ് ഈ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പൊതിച്ചോറ്, ഈ ഭക്ഷണപ്പൊതി കൊടുക്കുന്നത്. ആർക്കും ചിന്തിക്കാം, ഒരു കൊച്ചു പയ്യന് ഒരു നേരത്തെ ആഹാരത്തിന് ഉള്ള വക കൊണ്ട് ഈ 20,000 പേർക്ക് എങ്ങനെ ഭക്ഷിക്കാൻ കൊടുക്കുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് our inadequacy and Christ's adequacy. നമ്മുടെ ഇൻസഫിഷ്യൻസി, ക്രിസ്തുവിൻ്റെ സഫിഷ്യൻസി. കർത്താവ് നമ്മളോട് ഇതുവഴി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, മിദിയാൻകാർ ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വിളിക്കുന്നത് അവരെ തോൽപ്പിക്കാനാണ്. അങ്ങനെ ഗിദെയോന് ദൈവം ഒരു ദൗത്യം കൊടുക്കുന്നു. ഗിദെയോൻ എന്ത് ചെയ്യുന്നു? അടുത്തുള്ള ഗോത്രങ്ങളിലെല്ലാം അറിയിപ്പ് കൊടുക്കുന്നു, യുദ്ധത്തിനിറങ്ങാൻ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ എൻ്റെ കൂട്ടത്തിൽ കൂടുക. 32,000 പേര് വന്നു. മറുഭാഗത്ത് ഈ മിദിയാൻകാരുടെ ആർമിയുടെ സംഖ്യ 1,50,000 ആയിരുന്നു. അപ്പോൾ ദൈവം ഗിദെയോനോട് പറയുന്നു, നിങ്ങളുടെ 32,000 പേര് വളരെ കൂടുതലാണ്. 1,50,000 പേരെ അറ്റാക്ക് ചെയ്യാൻ ഈ 32,000 പേര് ഒത്തിരിയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കുറച്ച് പേരെ മതി. അപ്പോൾ ഗിദെയോൻ ഒരു പ്ലാൻ ചെയ്യുന്നു, ആർക്കെങ്കിലും യുദ്ധത്തിന് പോകാൻ ഭീതിയുണ്ടെങ്കിൽ അവർക്ക് ഭവനങ്ങളിലേക്ക് തിരികെ പോകാം. അപ്പോൾ പറഞ്ഞ മാത്രയിൽ 25,000 പേര് സ്ഥലം വിട്ടു. പിന്നെ ബാക്കി ശേഷം 7,000 പേര്. എന്നിട്ടും കർത്താവ് പറഞ്ഞു, ദിസ് നമ്പർ ഇസ് ടു മച്ച്. നീ ഇവരെ നദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഇവരെ ദാഹത്തോടുകൂടി എങ്ങനെ ജലം കുടിക്കുന്നു എന്നതിൽ നിന്ന് നീ അവരെ തിരഞ്ഞെടുക്കണം.
അപ്പോൾ ചെന്നപാടെ ചിലർ പട്ടികൾ കുടിക്കുന്ന പോലെ 4 കാലിൽ നിന്ന് മൊത്തി കുടിച്ചു, പട്ടി കുടിക്കുന്ന പോലെ കുടിച്ചു. ഗിദെയോൻ പറഞ്ഞു, നിങ്ങൾക്കും വീട്ടിൽ പോകാം. എന്നാൽ മനുഷ്യര് അന്തസ്സുള്ളവർ ചെയ്യുന്ന പോലെ 2 കൈയിൽ കോരി കുടിച്ച ആൾക്കാരെ മാത്രം 300 പേരെ മാത്രം തിരഞ്ഞെടുത്തു. ഇത് നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ 1,50,000 പേരെ നേരിടാൻ 300 പേരെ മാത്രം തിരഞ്ഞെടുത്തത് ദൈവം എന്തുകൊണ്ടാണ്? വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുന്നു, വിജയം നിങ്ങളുടേതാണ്. എന്നാൽ ആരും പറയരുത് ഞങ്ങളുടെ അംഗബലം കൊണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ട്, ഞങ്ങളുടെ ആയുധം കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് ഒരൊറ്റ കുഞ്ഞു പോലും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 300 പേരായിട്ട് ചുരുക്കിയത്. ബാക്കിയുള്ളത് സ്വയം വായിച്ചുകൊള്ളുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6ഉം 7ഉം അധ്യായങ്ങളിലാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബൈബിൾ സ്റ്റോറിയാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചരിത്രം. ഒരു വലിയ പടയോടുകൂടി സൈന്യാധിപൻ മുമ്പോട്ട് വന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. അവൻ ഇസ്രായേൽ മക്കളെ വിളിക്കുന്ന പട്ടികളെ എന്നാണ്. പട്ടികളെ, ആരെങ്കിലും എന്നെ നേരിടാൻ കഴിയുണ്ടെങ്കിൽ മുമ്പോട്ട് വാ. അപ്പോൾ അജാനുബാഹുവായിരുന്ന ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരൊറ്റ കുഞ്ഞുപോലും ഇറങ്ങിച്ചെല്ലാൻ ഒരുമ്പെട്ടില്ല. എന്നാൽ ബാലനായിരുന്ന ദാവീദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവണയും കല്ലുമായിട്ട് എൻ്റെ മുമ്പിൽ ചെന്നു. അന്നേരം അവനെ പുച്ഛിച്ച്, മഹാസൈന്യാധിപനായിരിക്കുന്ന നീ കവണയും കല്ലുമായിട്ട് എന്നോട് പോരാടാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് ദാവീദ് ഈ ആറ്റിൽ നിന്ന് പറക്കിയെടുത്ത ഈ ഉണ്ടക്കല്ല് കവണയിൽ വെച്ചിട്ട് ശക്തിയായിട്ട് വലിച്ചു. അവൻ്റെ തിരുനെറ്റിയിൽ അത് കൊണ്ടിട്ട് ഈ അജാനുബാഹു മരിച്ചു വീണു. അവൻ്റെ തന്നെ വാളെടുത്ത് അവൻ്റെ തല വെട്ടി മാറ്റി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവന് അവനവൻ്റെ അശക്തി ആദ്യം തന്നെ അംഗീകരിക്കണം. സർവ്വതിനെയും അതിശയിക്കുന്ന ദൈവിക ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം. ഈ വേൾഡ് യൂത്ത് ഡേ ഒരിക്കൽ ബ്രസീലിൽ വച്ച് ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടെ കൂടിയിരുന്ന 20 ലക്ഷം യുവാക്കളോടായിട്ട് പറഞ്ഞു, ബിലീവ് ഇൻ ഗോഡ് ഓഫ് സർപ്രൈസസ്. ബിലീവ് ഇൻ ഗോഡ് ഓഫ് സർപ്രൈസസ്. നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും ഒക്കെ അപ്പുറം നിങ്ങളെ അതിശയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. ഈ കൊച്ചുകുഞ്ഞ് തൻ്റെ പൊതിച്ചോറ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ബാക്കി കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. യേശു ഈ ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായി, വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയാണ് എങ്കിൽ പോലും കർത്താവ് ഒരു അറേഞ്ച്മെൻ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരു ഓർഡർ ഇഷ്ടപ്പെടുന്ന ആളാണ്. 50 പേരായിട്ട് അവരെ ഇരുത്തുക. വലിയ ഒരു ക്രൗഡാണ്. ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യുക? കർത്താവിന് ഈ വിഷമം നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് 20,000 പേരെ 50 പേരായിട്ട് ഇരുത്തിയാൽ ഉദ്ദേശം 400 വരികൾ കാണും. അത്രയും പേരെ ഇരുത്താൻ തന്നെ എന്ത് പാടുപെട്ട് കാണും എന്നാണ് ഞാൻ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത് എന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു വാക്യം 1 കൊരിന്ത്യർ 14:31. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. ഹി ഈസ് നോട്ട് എ ഗോഡ് ഓഫ് ഡിസോർഡർ ബട്ട് ഓഫ് പീസ്. അപ്പോൾ അവ്യവസ്ഥയുടെ ദൈവമല്ല, ക്രമഭംഗത്തിൻ്റെ ദൈവമല്ല നമ്മുടെ ദൈവം. അവന് സമാധാനത്തിൻ്റെ, ഓർഡറിൻ്റെ ദൈവമാണ്.
നമ്മുടെ പള്ളികളിലും അതുപോലെ മീറ്റിങ്ങുകളിലും ഒക്കെ പലപ്പോഴും അവ്യവസ്ഥ നമ്മൾ കാണാറുണ്ട്. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പള്ളി വരുന്നതാണ് പകുതി പേര് മാവിൻ ചുവട്ടിൽ, പകുതി പേര് പള്ളിക്ക് പുറത്ത്, കുറേ പേര് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്നു, കുറേ പേര് മൊബൈൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊന്നും ദൈവം തമ്പുരാൻ ഇഷ്ടമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. രണ്ടാമത്തെ ഒരു ചെറിയ അംശം, കർത്താവ് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു എന്നുള്ളത്. ഈ ഭക്ഷണം തന്ന ഈ കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉയർത്തിക്കൊണ്ട് കർത്താവ് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, അത് യഹൂദന്മാർ എല്ലാ ശാബത്ത് ദിവസം വൈകിട്ടും ഈ അപ്പം എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ബാറൂഹത്ത അദോണായി എലോഹേനു മേലേക്ക് ഹവോലാം ഹമത്സി ലേഹേം മിൻ ഹ ആറെക്സ്. അതിൻ്റെ അർത്ഥം, ബ്ലെസ്ഡ് ആർ യു അവർ ഗോഡ്, റൂളർ ഓഫ് ദ യൂണിവേഴ്സ്, ഹൂ ബ്രിങ്സ് ഫോർത്ത് ബ്രെഡ് ഫ്രം ദ എർത്ത്. ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് അപ്പം ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന് നന്ദി. ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു സംഗതിയല്ല എങ്കിൽ പോലും യേശു ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു എന്നുള്ളതും ഭക്ഷണത്തിന് ശേഷം ബാക്കി വന്നത് ശേഖരിച്ചു എന്നുള്ളതും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുകരിക്കാവുന്ന വിഷയങ്ങളാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഗതിയുണ്ട്, those who throw away food are stealing from the table of the poor. ഭക്ഷണം നശിപ്പിക്കുന്നവർ പാവങ്ങളുടെ ഭക്ഷണമേശയിൽ നിന്ന് മോഷ്ടിക്കുന്നവരാണ്. ഈ ഉദ്ധരണി ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡിൽ ചേർത്തിരുന്നു. പലരും പിന്നീട് അത് നല്ല ഒരു ചിന്താ വിഷയമായിരുന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ച് കാതലായിട്ടുള്ള സന്ദേശം ഇസ് അബണ്ടൻസ് ഓഫ് ഗ്രേസ്. കർത്താവിൻ്റെ അടുത്ത് വരുന്നവർക്ക് ആവശ്യത്തിൽ കൂടുതലാണ് അവിടുന്ന് കൊടുക്കുക. 5000 പേർക്ക് കൃത്യം ഭക്ഷിക്കാനുള്ളതല്ല യേശു കൊടുത്തത്, പിന്നെയും ബാക്കി വന്നു. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തീർത്തപ്പോൾ അന്നത്തെ മാരേജ് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ളതിൽ വളരെ കൂടുതൽ വീഞ്ഞാണ് കർത്താവ് ഉണ്ടാക്കി കൊടുത്തത്. ഇവിടെ വീഞ്ഞിൻ്റെയും അപ്പത്തിൻ്റെയും ഭൗതികമായ അർത്ഥത്തിലല്ല, ഇത് കർത്താവിൻ്റെ കൃപയുടെ കരുണയുടെ ബഹുത്വമാണ്, വലിപ്പമാണ്. മനുഷ്യന് ആവശ്യമുള്ളതിൽ കൂടുതൽ കൊടുത്തിട്ട് താൻ ആരാണെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. അവർ റിസോഴ്സസ് ആർ വൂഫുള്ളി ഇനാഡിക്വേറ്റ് എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കണം, ബോത്ത് സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലി. എന്നാൽ നമ്മുടെ കയ്യിലുള്ള നിസ്സാരമായ കാര്യം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ കർത്താവിനത് എങ്ങനെ അത്ഭുതകരമായി പരിവർത്തനം ചെയ്യാൻ സാധിക്കും എന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെയാണിത്. അതിനാൽ ദീസ് ആർ ലെസൺസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങളാണ് യേശു പഠിപ്പിക്കുക. യേശു ചോദിക്കുന്നു, ഇന്നത്തെ സമൂഹത്തിൽ ഈ രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ആർ യു അഫ്രൈഡ്? നിനക്ക് പേടിയുണ്ടോ? മൈ വേർഡ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ വചനം, എൻ്റെ ശക്തി നിനക്ക് മതിയാകും. ആർ യു എലോൺ? ആർ യു ഫീലിംഗ് എലോൺ? നിനക്ക് ഏകാന്തതയുണ്ടോ? അവൻ പറയുന്നു, മൈ പ്രസൻസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു.
ആർ യു ഇൻ സിൻ? നീ പാപിയാണോ? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ആർ യു ഇൻ നീഡ്? നീ ആവശ്യക്കാരനായിട്ട്, നീ ദരിദ്രനോ മറ്റ് ആവശ്യങ്ങൾ നിനക്കുണ്ടോ? മൈ അബൻഡൻസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ജീവിതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം എങ്ങനെ നമുക്ക് ബലം തരുന്നു എന്നുള്ള ആ വലിയ പാഠമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുക. ശിഷ്യന്മാരുടെ റോൾ ഈ അപ്പം വർദ്ധിപ്പിച്ച കാര്യത്തിൽ വളരെ നിസ്സാരമാണ്. They were just instruments. They were just channels. അപ്പോൾ അവരുടെ എബിലിറ്റി അല്ല, അവരുടെ അവൈലബിലിറ്റിയാണ് പ്രധാനം. നമ്മുടെ എബിലിറ്റി നോക്കിയാൽ വളരെ നിസ്സാരമാണ്. പക്ഷേ ശക്തി പ്രവർത്തിക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കൂടെ സഹകരിക്കുമ്പോൾ, when I make myself available, അവിടെ അത്ഭുതം നടക്കും. നിന്റെ കുറവുകളെക്കുറിച്ച് നിനക്ക് അവബോധമുണ്ടെങ്കിൽ ആ കുറവുകളെ പരിഹരിക്കുവാൻ കർത്താവിന് സാധിക്കും എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുക. ഈ ജൂൺ 27 തിരുവല്ല ഭദ്രാസനത്തിൻ്റെ ഒന്നാമത്തെ മെത്രാപ്പോലീത്ത മാർ തെയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മയാണ്. 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളാണ്. അത് കടമുള്ള ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ആ ദിവസം തന്നെ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത, മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത എന്നിവരുടെ മെത്രാഭിഷേക വാർഷികമാണ്. മാർത്താണ്ഡം മെത്രാപ്പൊലീത്ത മാർ പൗലോസിൻ്റെ നാമഹേതുക തിരുനാളാണ്. അങ്ങനെ ഈ ദിവസങ്ങൾ സ്ലീഹന്മാരുടെ നോമ്പ്, അതിൻ്റെ അവസാനം പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാള്, നമ്മുടെ പിതാക്കന്മാരുടെ വ്യത്യസ്തമായ തിരുനാളുകൾ. നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ പ്രേക്ഷിത വേലകൾ ബലപ്പെടുവാനും, സഭയ്ക്ക് എവിടെയെല്ലാം ബലഹീനതകളും കുറവുകളും ഉണ്ടോ അത് കർത്താവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്താലും പരിഹരിക്കപ്പെടുവാനും നാം പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.